ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മോക്ക് ടെസ്റ്റ് നമ്പർ 6 ആണ്. ഫിസിക്സിലെ ബലവും ഗുരുത്വാകർഷണ ബലം എന്നീ 2 ടോപ്പിക്കുകൾ എടുത്തിരിക്കുന്നത് 40 മാർക്കിൻ്റെ എക്സാം. നമ്മൾ അളവുകളും യൂണിറ്റുകളും കഴിഞ്ഞു, ചലന സമവാക്യങ്ങൾ, ചലന നിയമങ്ങൾ കഴിഞ്ഞു, അതേപോലെ തരംഗചലനം, ശബ്ദം കഴിഞ്ഞു. ഇന്ന് എടുത്തിരിക്കുന്നത് ഗുരുത്വാകർഷണവും അതേപോലെ ഈ ബലം എന്നൊരു യൂണിറ്റുമാണ്. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? മാസ്വെൽ, ന്യൂട്ടൺ, കെപ്ലർ, എഡിസൺ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചതാണ്. ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? ഇതിൻ്റെ അകത്ത് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി കെപ്ലറാണ്. അതായത് 3 ചലന നിയമങ്ങളാണ് അദ്ദേഹം ആവിഷ്കരിച്ചത്. അപ്പോൾ ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങൾ ആരാണ്? കെപ്ലറാണ്. ഒന്നാം നിയമം, 2ാം നിയമം, 3ാം നിയമം, അങ്ങനെ 3 എണ്ണമുണ്ട്. ഒന്നാമത്തെ നിയമം എന്താ പറയുന്നത്? സൂര്യനെ കേന്ദ്രമാക്കി എന്താണ് ഗ്രഹങ്ങൾ ഒരു ദീർഘവൃത്താകൃതിയിലാണ് ചുറ്റുന്നതെന്ന് പറയുന്നുണ്ട്. 2ാമത്തെ നിയമം പറയുന്നത് എന്താണ്? അതായത് ഈ ഒരു ഏരിയ ഒരു തുല്യ സമയത്ത് അത് കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? തുല്യമായിരിക്കും എന്നുള്ളതാണ്. അതായത് ഈ ഒരു ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ AB എന്ന് പറയുന്നതും ഈ CD എന്ന് പറയുന്ന ക്രോസ് സെക്ഷനും തുല്യ സമയമാണെങ്കിൽ അത് തുല്യ ഏരിയ ആയിരിക്കും കവർ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. 3ാമത്തെ നിയമം എന്ന് പറയുന്നത് ഗ്രഹങ്ങളുടെ പരിക്രമണ സമയത്തിൻ്റെ വർഗം, അതായത് സൂര്യനിൽ നിന്നുള്ള അവയുടെ ശരാശരി ദൂരങ്ങളുടെ ക്യൂബിന് ആനുപാതികമായിരിക്കും. അതായത് ഈ r³/t². r എന്ന് പറയുന്നത് എന്താണ്? സൂര്യനിൽ നിന്നുള്ള അവയുടെ ശരാശരി ദൂരമാണ്. ഗ്രഹങ്ങളുടെ പരിക്രമണ സമയമാണ് ഈ t എന്ന് പറയുന്നത്. ഈ r³/t² എന്ന് പറയുന്നത് ഒരു സ്ഥിര സംഖ്യയായിരിക്കും. ഇതാണ് 3ാമത്തെ നിയമം. അങ്ങനെ 3 ചലന നിയമങ്ങളാണ് കെപ്ലർ ആവിഷ്കരിച്ചത്. അപ്പോൾ ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? കെപ്ലറാണ്. 2ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചത് ശാസ്ത്രജ്ഞൻ? ഐസക് ന്യൂട്ടൺ, ഗലീലിയോ, കെപ്ലർ, പാസ്കൽ. ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചത് ആരാണ്? ഓപ്ഷൻ എ ഐസക് ന്യൂട്ടൺ. അല്ലേ, ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണിട്ടാണ് ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചതെന്ന് പറയപ്പെടുന്നു. അപ്പോൾ എന്താണ്? ഐസക് ന്യൂട്ടനാണ് ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചത്. ചന്ദ്രനിലെ ജിയുടെ മൂല്യം ഭൂമിയുടെ ജിയുടെ മൂല്യത്തിൻ്റെ എത്ര ഭാഗമാണ്? 1/3, 1/4, 1/8 and 1/6. ഇതും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചതാണ്. ജിയുടെ മൂല്യം, ഭാരം നമ്മൾ പഠിച്ചിട്ടുണ്ട് 1/6 ആണ്. അതേപോലെ തന്നെയാണ് ജിയുടെ മൂല്യം എത്രയാണ്? 1/6 ആണ്. അതായത് നമ്മുടെ ഭൂമിയിൽ എത്രയാണ് ജി എന്ന് പറഞ്ഞാൽ 9.8 m/s² ആണ്. അതേപോലെ ചന്ദ്രനിലെ ജിയുടെ മൂല്യം എന്ന് പറയുന്നത് 1.62 m/s² ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വസ്തുവിൽ ഭൂമി ഉപയോഗിക്കുന്ന ആകർഷണ ബലമാണ് അതിൻ്റെ എന്ത്? പിണ്ഡമാണോ, സാന്ദ്രതയാണോ, ഭാരമാണോ, ഘർഷണമാണോ? ഏതാണ്? അതിൻ്റെ ഭാരമാണ്. ഒരു വസ്തുവിന്മേൽ ഭൂമി ഉപയോഗിക്കുന്ന ആകർഷണബലം, അതായത് വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മാസ്, പിണ്ഡം ഇൻറ്റു അതേപോലെ ജി, ആ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്? ഭാരം കിട്ടുന്നത്. അതായത് ഒരു വസ്തുവിൽ ഭൂമി ഉപയോഗിക്കുന്ന ആകർഷണബലം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഭാരമാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ. ഭൂമിയിൽ 300 ന്യൂട്ടൺ ഭാരമുള്ള ഒരു വസ്തുവിൻ്റെ ചന്ദ്രനിലെ ഭാരം എത്ര? 300 ന്യൂട്ടനാണ് ഭൂമിയിലെ ഭാരം. അതിന് നമ്മൾ ചന്ദ്രനിലെ ഭാരം കണ്ടുപിടിക്കാൻ ഇൻറ്റു 1/6 ചെയ്താൽ മതി. ഇതൊന്നും കട്ടായപ്പോൾ കൂടെ 5 വരും. സോ 50 ന്യൂട്ടനാണ് ചന്ദ്രനിലെ ഭാരം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വായുശൂന്യമായ അറയിൽ തൂവല്, മരപ്പന്ത്, ഇരുമ്പുഗോളം എന്നിവ ഒരേ സമയം പതിക്കാൻ അനുവദിച്ചാൽ ഏറ്റവും വേഗതയിൽ തറയിൽ പതിക്കുന്നത് എന്തായിരിക്കും? അതായത് ഒരു വാക്വം ചെയ്ത്, അതായത് അതിൻ്റെ ഉള്ളിൽ എയറൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു തൂവലിടുന്നുണ്ട്, ഒരു മരപ്പന്ത് ഇടുന്നുണ്ട്, ഒരു ഇരുമ്പുഗോളം ഇടുന്നുണ്ട്. 3ഉം ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും ആദ്യം എത്തുന്നതെന്ന്? ഇരുമ്പുഗോളം, മരപ്പന്ത്, തൂവൽ എല്ലാം ഒരേ വേഗത്തിൽ. ഏതായിരിക്കും? എല്ലാം ഒരേ വേഗത്തിൽ. ഗലീലിയോ കണ്ടുപിടിച്ചു, ഐസക് ന്യൂട്ടൻ അത് പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടുപിടിച്ച് തെളിയിച്ചു. ആ ഒരു ഫാക്റ്റ് ഉണ്ട് അല്ലേ? ഏതൊരു വസ്തുവും നിർബാധം പതിച്ചു കഴിഞ്ഞാൽ തുല്യ വേഗത്തിൽ, തുല്യ സമയത്തിൽ, തുല്യ വേഗത്തിലായിരിക്കും അത് താഴേക്ക് പതിക്കുന്നത്. ഒരേ ഉയരത്തിൽ നിന്ന് 1 കിലോഗ്രാം ഭാരമുള്ള ഒരു കല്ലും 10 കിലോഗ്രാം ഭാരമുള്ള മറ്റൊരു കല്ലും ഒരേ സമയം താഴേക്കിട്ടാൽ ആദ്യം എന്തായിരിക്കും താഴെ എത്തുന്നതെന്ന്? 10 കിലോഗ്രാം ഭാരമുള്ള കല്ല് ആദ്യം നിലത്തെത്തും. 2 കല്ലുകളും ഒരേ സമയത്ത് നിലത്തെത്തും. 1 കിലോഗ്രാം ഭാരമുള്ള കല്ല് ആദ്യം നിലത്തെത്തും. ഫലം പ്രവചിക്കാനാവില്ല. എന്തായിരിക്കും ഇവിടുത്തെ ആൻസർ വരുന്നത്? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത് തന്നെയാണല്ലേ. 1 കിലോഗ്രാം ആയിക്കോട്ടെ, 10 കിലോഗ്രാം ആയിക്കോട്ടെ, 100 കിലോഗ്രാം ആയിക്കോട്ടെ, എത്രയാണെങ്കിലും അതിന് നമ്മൾ വെയിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ഇവിടെ എന്ത് വരും? 2 കല്ലുകളും ഒരേ സമയമാണ്
നിലത്തെത്തുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീ ഫോൾ എന്ന് പറയും. അതായത് ഒരു വസ്തുവിന് ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായി വീഴാൻ അനുവദിച്ചാൽ അത് ഗുരുത്വാകർഷണ ബലം കൊണ്ട് ഭൂമിയിലേക്ക് പതിക്കും. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? ഫ്രീ ഫോൾ, അല്ലെങ്കിൽ എന്താണ്? നിർബാധ പതനം എന്ന് പറയുന്നത്. വ്യത്യസ്ത പിണ്ഡമാണെങ്കിൽ പോലും അതിനെന്താണ്? രണ്ടും ഭൂമിയിലേക്ക് പതിക്കുന്ന സമയം എപ്പോഴും സെയിം തന്നെയായിരിക്കും. 8ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു കിലോഗ്രാം മാസുള്ള വസ്തുവിന്മേൽ ഭൂമി ഉപയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണ് 1 കിലോഗ്രാം ഭാരം. അതായത് 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത് എത്ര ന്യൂട്ടൺ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത് എത്ര ന്യൂട്ടൺ ആണ്? അങ്ങനെയാണത് വരുന്നത്. 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്? 9.8 ന്യൂട്ടൺ ആയിരിക്കും. കാര്യം 1 ഇൻറ്റു മാസ് ഇൻറ്റു ബലത്തിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്ന മാസ് mg ആണ്. അതായത് 1 ഇൻറ്റു 9.8. സോ 9.8 ന്യൂട്ടൺ ആയിരിക്കും ഫോഴ്സ് എന്ന് പറയുന്നത്, ബലം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന പ്രകൃതിയിലെ അടിസ്ഥാന ബലം തിരഞ്ഞെടുക്കുക. ഭൂഗുരുത്വ ബലം, ഇലാസ്തികത ബലം, പുനഃസ്ഥാപന ബലം, ഘർഷണ ബലം. അടിസ്ഥാന ബലം ഭൂഗുരുത്വ ബലമാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ ഏതൊക്കെ അടിസ്ഥാന ബലങ്ങളെന്ന് പറയുന്നത്? ഒന്ന് ഭൂഗുരുത്വ ബലം, അതേപോലെ വരുന്നതാണ് വൈദ്യുത കാന്തിക ബലം. വൈദ്യുത കാന്തിക ബലം അടിസ്ഥാന ബലമാണ്. അതേപോലെ ക്ഷീണ ആണവ ബലം, ഇത് പഠിച്ച് വെച്ചോളാം. കാര്യം ചിലപ്പോൾ ഓപ്ഷനിൽ ഇതൊക്കെ തന്നിട്ട് ഏതൊക്കെയെന്ന് നമുക്ക് എന്താ 1, 2 ശരി, 2, 3 ശരി എന്നൊക്കെ പറഞ്ഞ് തരാം. പ്രബല ആണവ ബലം, ക്ഷീണ ആണവ ബലം, പ്രബല ആണവ ബലം, വൈദ്യുത കാന്തിക ബലം, ഗുരുത്വ ബലം. ഈ 4 എണ്ണമാണ് നമ്മൾ മെയിനായിട്ട് അടിസ്ഥാന ബലങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഏത്? ഗുരുത്വബലം, ക്ഷീണാണവ ബലം, പ്രബല ആണവ ബലം, വൈദ്യുത കാന്തിക ബലം. അപ്പോൾ ഈ 4 എണ്ണമാണ് എന്ത്? അടിസ്ഥാന ബലങ്ങളിൽ പെടുന്നത്. അതിൽ ശക്തി കുറഞ്ഞതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ഗുരുത്വ ബലമാണ് ഏറ്റവും ശക്തി കുറഞ്ഞത്. ഏറ്റവും ശക്തി കൂടിയ ബലം ഏതാണ്? പ്രകൃതിയിലെ ഏറ്റവും ശക്തി കൂടിയ ബലം എന്ന് പറയുന്നത് ഏതാണ്? ന്യൂക്ലിയർ ഫോഴ്സ് ആണ്, ന്യൂക്ലിയർ ബലമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തിയാണ്. ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ പ്രയോഗിക്കാൻ ഉപയോഗിക്കുന്ന ശക്തിയാണെന്ത്? ആക്കം, ബലം, ത്വരണം, ജഡത്വം. എന്താണ് ബലം? ബലം പ്രയോഗിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു വസ്തുവിനെ നമുക്ക് ഇരിക്കുന്നൊരു പൊസിഷനിൽ നിന്ന് മാറ്റാനോ എന്ത് ചെയ്യാനാണെങ്കിലും എന്ത് വേണം? നമുക്ക് ബലം പ്രയോഗിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ന്യൂട്ടൺ എന്നത് എന്തളക്കാനുള്ള ഏകകമാണ്? എന്തളക്കാനുള്ള ഏകകമാണ് ന്യൂട്ടൺ? ഏതാണ്? മർദ്ദം, താപം, വൈദ്യുതി, ബലം. ന്യൂട്ടൺ എന്നത് ബലം അളക്കാനുള്ള ഏകകമാണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നേർരേഖാ സമതലത്തിൽ തുടരുന്നതിന് എന്താവശ്യമില്ല? അസന്തുലിത ബാഹ്യബലം, സന്തുലിത ബാഹ്യബലം, അസന്തുലിത ആന്തരിക ബലം, സന്തുലിത ആന്തരിക ബലം. ഏതാണ് ആൻസർ? LP സ്കൂൾ ടീച്ചർ 2023 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുവാണ്. നമുക്കെന്താണ്? നമ്മളൊരു അസന്തുലിത ബാഹ്യബലം പ്രയോഗിച്ചാൽ അവിടെ എന്ത് സംഭവിക്കും? അതവിടെ സ്റ്റോപ്പാകും. അപ്പോൾ ഇവിടെ എന്താ വേണ്ടത്? അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനം മാറും. എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കേണ്ട എന്താണ്? അസന്തുലിതമായ ഒരു ബാഹ്യബലമാണ്. സന്തുലിതം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരു സാധനത്തിന് അവിടെ നിന്ന് ഇവിടെ നിന്നും വലിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതൊരിക്കലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നില്ല. തുല്യബലം തന്നെ ഇവിടെ നിന്ന്. അതാണ് സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. അസന്തുലിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഒരു ചേഞ്ച് സംഭവിക്കണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? അസന്തുലിതമായൊരു ബാഹ്യബലം കൊടുക്കണം. സോ ഇവിടുത്തെ ആൻസർ എന്താണ്? എ അസന്തുലിത ബാഹ്യബലം. അസന്തുലിതമായൊരു ബാഹ്യബലം കൊടുക്കാത്തിടത്തോളം കാലം എന്ത് സംഭവിക്കും? അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൈക്കിൾ ചക്രത്തിൻ്റെ ആക്സിലിൽ എണ്ണ ഇടുന്നത് എന്തിനാണ്? ഘർഷണബലം കുറയ്ക്കാൻ, വിസ്കസ് ബലം കുറയ്ക്കാൻ, യാന്ത്രിക ബലം കുറയ്ക്കാൻ, കാന്തിക ബലം കുറയ്ക്കാൻ. 2022 ചോദിച്ച ക്വസ്റ്റ്യനാണ്. സൈക്കിൾ ചക്രത്തിൻ്റെ ആക്സിലിൽ എന്തിനായിരിക്കും? ഘർഷണ ബലം കുറയ്ക്കാനാണ് എണ്ണ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഘർഷണം കൂട്ടേണ്ടത് ആവശ്യമായി വരുന്ന സന്ദർഭമേത്? വാഹനങ്ങളുടെ ടയർ മിനുസമാകുമ്പോൾ, പൽചക്രങ്ങൾ തിരിയാൻ തടസ്സം വരുമ്പോൾ, കപ്പി എളുപ്പത്തിൽ തിരിയാതെ വരുമ്പോൾ, ഫാൻ കറങ്ങുമ്പോൾ, ശബ്ദമുണ്ടാക്കുകയാണെങ്കിൽ. എപ്പോഴാണ് ഘർഷണം കൂട്ടിക്കൊടുക്കേണ്ടത്? ഏതായിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്? വാഹനങ്ങളുടെ ടയർ മിനുസമാകുമ്പോൾ. അതായത് ഘർഷണം എന്ന് പറയുന്നത് നമുക്ക് ഉപയോഗവുമുണ്ട്, അതേപോലെ തന്നെ എന്താണ്? നമുക്ക് ദോഷവും ചെയ്യുന്നതാണ്.
ഓക്കെ, അപ്പോൾ എന്താണ്, വാഹനങ്ങളുടെ ടയർ മിനുസമായി കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ഘർഷണം കുറയുകയും അപകടങ്ങൾ ഉണ്ടാകാൻ ചാൻസ് കൂടുകയും ചെയ്യും. സോ നമ്മൾ എന്ത് ചെയ്യണം? ടയർ മിനുസമാകുമ്പോഴാണ് എന്താക്കി കൊടുക്കേണ്ടത്? ഘർഷണം കൂട്ടേണ്ടതായിട്ട് വരുന്നത്. ബലത്തിൻ്റെ യൂണിറ്റ് ജൂൾ, വാട്ട്, ന്യൂട്ടൺ, ആംപിയർ. ഏതാണ് ബലത്തിൻ്റെ യൂണിറ്റ്? ഓപ്ഷൻ സി ന്യൂട്ടൺ ആണ്. ഒരു ന്യൂട്ടൺ എന്നത് എത്ര ഡൈൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഡാഷ് ഡൈൻ എന്നാണ്. ഒരു ന്യൂട്ടൺ എന്നത് ഡാഷ് ഡൈൻ ആണ്. 100, 10⁵5, അതേപോലെ 98, 102. എത്രയാണ് ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ? 10⁵5 ഡൈൻ ആണ്. 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 10⁵5 ഡൈൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ സമ്പർക്ക ബലം ഏത്? കാന്തിക ബലം, ഗുരുത്വാകർഷണ ബലം, ഘർഷണ ബലം, സ്ഥിതവൈദ്യുത ബലം. സമ്പർക്ക ബലമാണ് ചോദിച്ചിരിക്കുന്നത്. സമ്പർക്കവും ഏതാണ്? ഓപ്ഷൻ ബി സമ്പർക്ക ബലമല്ലേ? ഓപ്ഷൻ സി ഘർഷണ ബലം വരും. അതായത് തമ്മിൽ സമ്പർക്കം വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഘർഷണ ബലം. അതേപോലെ പ്രതല ബലം, വിസ്കസ് ബലം, ഇതെല്ലാം ഘർഷണ ബലങ്ങൾക്ക് ഉദാഹരണമാണ്. അല്ല, സമ്പർക്ക ബലത്തിന് ഉദാഹരണമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പരസ്പരം സ്പർശിച്ച് നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലമേതാ? ഘർഷണ ബലം, വിസ്കസ് ബലം, പ്രതല ബലം, കാന്തിക ബലം. പരസ്പരം സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ, അതായത് എന്താണ്, നമ്മളിപ്പോൾ റോട്ടിൽ കൂടി നമ്മളിങ്ങനെ നടന്ന് പോവുകയാണെങ്കിൽ നമ്മുടെ കാലിൻ്റെ അടിയും റോഡുമായിട്ടൊരു ബലമുണ്ട്. അതാണ് എന്താ? ഓപ്ഷൻ എ ഘർഷണ ബലം എന്ന് പറയുന്നത്. 20ാമത്തെ ക്വസ്റ്റ്യൻ. പ്രസ്താവന എസ് എന്താ പറയുന്നതെന്ന് നോക്കാം. ചലിക്കുന്ന യന്ത്രഭാഗങ്ങളുടെ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയ്ക്ക് ഘർഷണം കുറയ്ക്കുന്നതിന് വേണ്ടി ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നു. റീസൺ പറയുന്നത് എന്താണ്? ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവാണ്. എ എസ്സും ആറും ശരിയാണ്. എസ്സിനുള്ള ശരിയായ വിശദീകരണമാണ് 6. എസ്സും ആറും ശരിയാണ്. എസ്സിനുള്ള ശരിയായ വിശദീകരണമല്ല 6. എസ് ശരിയാണ്, 6 തെറ്റാണ്. എസ് തെറ്റാണ്, 6 ശരിയാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റും ഒരു റീസണും തന്നിട്ടുണ്ട്. ചലിക്കുന്ന യന്ത്രഭാഗങ്ങളുടെ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയിൽ ഘർഷണം കുറയ്ക്കുന്നതിന് വേണ്ടി ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നു. അല്ലേ? തമ്മിൽ ഇതാക്കാതിരിക്കാനായിട്ട് അവിടെ എന്തെങ്കിലും ഒരു ബെയറിങ് ഉപയോഗിക്കും. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവായിരിക്കും. അതായത് ഇത് രണ്ടും ശരിയാണ്. എസ്സും ആറും ശരിയാണ്. ഇവിടെ എന്ത് വരും? എസ്സിനുള്ള ശരിയായ വിശദീകരണം തന്നെയാണ് ഈ 6 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കും, കൂടുതലായിരിക്കും, വ്യത്യസ്തമായിരിക്കും, ഇവയൊന്നുമല്ല. ഏതായിരിക്കും? ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ എപ്പോഴും എന്താണ്? കുറവായിരിക്കും. അല്ലേ? നമ്മളിപ്പോൾ ഒരു മരത്തടിയാണെങ്കിൽ എന്താണ്, നമ്മളതിനെ വലിച്ചുകൊണ്ട് പോകുന്നതിൽ നമുക്ക് എളുപ്പം എപ്പോഴും എന്തായിരിക്കും? ഉരുട്ടിക്കൊണ്ടു പോകാനായിരിക്കും. അതായത് ഉരുളൽ ഘർഷണം എപ്പോഴും കുറവായിരിക്കും. നിരങ്ങൽ ഘർഷണം എന്ന് പറഞ്ഞാൽ അതിലേക്കാളും കൂടുതലായിരിക്കും. വായു മൂലമുണ്ടാകുന്ന ഘർഷണം എങ്ങനെ കുറയ്ക്കാം? സ്ട്രീം ലൈനിങ്, ലൂബ്രിക്കേഷൻ, ബോൾ ബെയറിംഗ് ഉപയോഗിച്ച് പോളിഷ് ചെയ്യുക. വായു മൂലമുണ്ടാകുന്ന ഘർഷണം, അതാണ് എന്ത്? സ്ട്രീം ലൈനിങ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ വിമാനങ്ങളുടെയൊക്കെ അറ്റം എന്താണ് ഇങ്ങനെ കൂർപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതേപോലെ നമ്മുടെ പക്ഷികളുടെ ചുണ്ട്, അല്ലേ? പക്ഷികളുടെ അവരുടെ ഒരു രീതി തന്നെ എന്താണ്? സ്ട്രീം ലൈനിങ് രീതിയാണ്. മീൻ, അതൊക്കെ സ്ട്രീം ലൈനിങ് ആണ്. വാഹനങ്ങളിലും യന്ത്രങ്ങളിലുമുള്ള ബ്രേക്കുകൾ പ്രവർത്തിക്കുന്നത് ഡാഷ് മൂലമാണ്. എന്ത് മൂലമാണെന്ന്? എന്തായിരിക്കും ആൻസർ വരുന്നത്? സ്ഥിതഘർഷണം, നിരങ്ങൽ ഘർഷണം, ഉരുളൽ ഘർഷണം, ദ്രവഘർഷണം. ഏതായിരിക്കും വാഹനങ്ങളിലും യന്ത്രങ്ങളിലുള്ള ബ്രേക്കുകൾ പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ ബി നിരങ്ങൽ ഘർഷണമാണ്. ഗുരുത്വതരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞനാര്? സ്റ്റീഫൻ ഹോക്കിംഗ്, കാൾ സാഗൻ, ഐസക് ന്യൂട്ടൺ, ആൽബർട്ട് ഐൻസ്റ്റീൻ. ആരാണ് ഗുരുത്വതരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് പറഞ്ഞത്? ഓപ്ഷൻ ഡി ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഭൂഗുരുത്വ സ്ഥിരാങ്കത്തിൻ്റെ യൂണിറ്റ് എന്താ? ഭൂഗുരുത്വ സ്ഥിരാങ്കത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ പെർ കിലോഗ്രാം സ്ക്വയർ, ന്യൂട്ടൺ മീറ്റർ പെർ കിലോഗ്രാം, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം. ഏതാണ്? ഓപ്ഷൻ സി ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ്. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാകും? 2 മടങ്ങ്, 3 മടങ്ങ്, 4 മടങ്ങ്, 6 മടങ്ങ്. ഇതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്. F=g എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, ഭൂഗുരുത്വ സ്ഥിരാങ്കം എന്ന് പറയും. G
m1m അല്ലെ mm ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ വരുന്നത്. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ, സോ ഇവിടെ എന്ത് വരും? ദൂരം എന്താക്കി? പകുതിയാക്കി. സോ ഇവിടെ r/2 ദി ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇവിടെ എന്ത് വരും? gmm ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ബൈ 4 എന്ന് വരും. ഈ 4 നേരെ മേളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? gmm ബൈ ആർ സ്ക്വയർ ഇൻറ്റു 4. ഇതാണ് നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 6 പകുതിയാക്കിയപ്പോൾ എന്താക്കി മാറ്റും? രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ ഗുരുത്വാകർഷണ ബലം എന്താകും? 4 മടങ്ങായിട്ട് കൂടും. കണ്ടോ? 4 മടങ്ങായിട്ടാണ് കൂടുന്നത്. അതായത് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം കൂടുന്നതനുസരിച്ച് ഗുരുത്വാകർഷണ ബലം കുറയും. ദൂരം കുറയ്ക്കുന്നതനുസരിച്ച് ഗുരുത്വാകർഷണ ബലം എന്തായിരിക്കും? കൂടിക്കൊണ്ടേയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിൻ്റെ മൂല്യം ആദ്യമായി പരീക്ഷണത്തിലൂടെ നിർണ്ണയിച്ചത്? ഹെൻറി കാവൻഡിഷ്, ഐൻസ്റ്റീൻ, ന്യൂട്ടൺ, സ്റ്റീഫൻ ഹോക്കിംഗ്. ആരാണ് ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിൻ്റെ മൂല്യം കണ്ടുപിടിച്ചത്? ഓപ്ഷൻ എ ഹെൻറി കാവൻഡിഷ് ആണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ. വസ്തുക്കളുടെ പിണ്ഡം കൂടുന്നതനുസരിച്ച് അവ പ്രയോഗിക്കുന്ന ആകർഷണ ബലം കൂടുന്നു. വസ്തുക്കളുടെ പിണ്ഡം മാസ് കൂടുന്നതനുസരിച്ച് F=gmm ബൈ ആർ സ്ക്വയർ. ഇവിടെ മാസ് കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും? ഫോഴ്സും സ്വാഭാവികമായിട്ടും കൂടും. സോ ഇത് ശരിയാണ്. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അകലം ഇരട്ടിയാക്കിയാൽ തമ്മിലുള്ള ഘർഷണബലം പകുതിയാകും. അകലം ഇരട്ടിയാക്കിയാൽ നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ അല്ലേ? അകലം ഇരട്ടിയാക്കിയാൽ F എന്ന് പറയുന്നത് gmm ബൈ r/2 സ്ക്വയർ. അകലം ഇരട്ടിയാക്കിയാലാണ്, ഇരട്ടിയാക്കിയാലെന്ന് പറയുമ്പോൾ ഇതൊരു 2r വരും. 2r സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇവിടെ എന്ത് വരും? gmm ബൈ 4r സ്ക്വയർ എന്ന് വരും. സോ ഇവിടെ എന്ത് വരും? ആൻസർ 1/4 gmm ബൈ ആർ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആരം, അതായത് അത് തമ്മിലുള്ള അകലം 2 ഇരട്ടിയാക്കിയപ്പോഴേക്കും ഇതെന്തായിട്ട് മാറി? 1/4, 4/1 കുറയും. അപ്പോൾ എന്താണ്? ഇത് തെറ്റായ പ്രസ്താവനയാണ്. സോ 1 ശരി, 2 തെറ്റാണ്. ഈ ഇക്വേഷനിലിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ് വന്നാലും നമുക്ക് എഴുതാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ട് വസ്തുക്കളിൽ ഒന്നിൻ്റെ പിണ്ഡം ഇരട്ടിയാക്കിയാൽ അവ തമ്മിലുള്ള ആകർഷണബലം 2 മടങ്ങാകും. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. F=gmm ബൈ ആർ സ്ക്വയർ. രണ്ട് വസ്തുക്കളിൽ അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ട് വസ്തുക്കളുടെ പിണ്ഡം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണബലം 2 മടങ്ങാകും. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം ഇരട്ടിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ സ്ഥിരമൂല്യം എന്താകും? ഇരട്ടിയാകും. എന്തൊക്കെയാണ് അവിടുത്തെ ശരിയായ ആൻസർ? 1 ശരി, 2, 3 തെറ്റ്. 1, 2 ശരി, 3 തെറ്റ്. 1, 3 തെറ്റ്, 2 ശരി, എല്ലാം തെറ്റാണ്. എന്ത് വരും ആൻസർ? അതായത് ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കിക്കേ. രണ്ട് വസ്തുക്കൾ ഒന്നിൻ്റെ പിണ്ഡം ഇരട്ടിയാക്കി, അതായത് gm എന്ന് പറയുന്നത് എന്താണ്? 2m ആക്കി. ഒന്നിൻ്റെ പിണ്ഡമാണ് ഇരട്ടിയാക്കുന്നത്, മറ്റേതിന് മാറ്റമൊന്നുമില്ല. ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. സോ ഇവിടെ എന്ത് വരും? ഇവിടെ 2 മാത്രമാണ് എക്സ്ട്രാ വന്നിരിക്കുന്നത്. സോ ഇവിടെ എന്താണ്? രണ്ട് വസ്തുക്കൾ ഒന്നിൻ്റെ പിണ്ഡം ഇരട്ടിയാക്കിയാൽ ഇത് 2 മടങ്ങാകും. ഇത് ശരിയാണ്. രണ്ട് വസ്തുക്കളുടെയും പിണ്ഡം ഇരട്ടിയാക്കിയാൽ അവ തമ്മിലുള്ള ആകർഷണബലം എന്താകും? രണ്ടിൻ്റെയും പിണ്ഡം ഇരട്ടിയാക്കുവാണ്. സോ ഇവിടെ എന്ത് വരും? g2m. ഇതും ഇരട്ടിയാക്കി, ഇതും ഇരട്ടിയാക്കി. ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. സോ ഇവിടെ എന്ത് വരും? 4 gmm ബൈ ആർ സ്ക്വയർ. എത്ര മടങ്ങാകും? 2 മടങ്ങല്ല ആകുന്നത്, 4 മടങ്ങാകും. സോ ഇത് തെറ്റായ പ്രസ്താവനയാണ്. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം ഇരട്ടിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ സ്ഥിരമൂല്യം ഇരട്ടിയാകും. ഈ ഗുരുത്വാകർഷണ സ്ഥിരമൂല്യം എന്ന് പറയുന്നത് എന്താണ്? ഒരിക്കലും അതിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. അത് ഓൾറെഡി വാല്യൂ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സോ അതിനൊരിക്കലും മാറ്റം സംഭവിക്കില്ല. സോ ഇതും എന്താണ്? തെറ്റാണ്. സോ ഇവിടെ 1 മാത്രമാണ് ശരി. 1 ശരി, 2, 3 തെറ്റാണ്. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സമ്പർക്ക ബലത്തിന് ഉദാഹരണമല്ലാത്തത്? സമ്പർക്ക ബലം, വിസ്കസ് ബലം, ന്യൂക്ലിയർ ബലം, പ്രതല ബലം, ഘർഷണബലം. വിസ്കസ് ബലം എന്ന് പറയുന്ന ഒരു സമ്പർക്ക ബലമാണ്. പ്രതല ബലവും അതേപോലെ ഘർഷണബലവും. ന്യൂക്ലിയർ ബലമാണ് സമ്പർക്ക ബലത്തിന് ഉദാഹരണമല്ലാത്തത്. സോ ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
വിമാനങ്ങൾ പക്ഷികളുടെ ആകൃതി നൽകാനുള്ള കാരണം എന്താണെന്ന്? വായുമർദ്ദം കൂട്ടാൻ, വായുമർദ്ദം കുറയ്ക്കാൻ, വായുവിൽ പൊങ്ങി നിൽക്കാൻ, സുരക്ഷാ കാരണങ്ങളാൽ. എന്തുകൊണ്ടായിരിക്കാം വിമാനങ്ങൾക്ക് പക്ഷികളുടെ ആകൃതിയായി സ്ട്രീം ലൈനിങ് കൊടുക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം? വായുവിൻ്റെ മർദ്ദം കുറയ്ക്കാനാണ്. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. ഭൂമിയിൽ 60 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിൽ അനുഭവപ്പെടുന്ന ഭാരം എത്ര? 10 കിലോഗ്രാം, 8 കിലോഗ്രാം, 15 കിലോഗ്രാം, 20 കിലോഗ്രാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 60 × 1/6 ചെയ്താൽ മതി, കട്ടായി പോകും. ഇവിടെ 10 വരും. സോ ഇവിടെ എത്ര വരും? 10 കിലോഗ്രാം ആയിരിക്കും. ഭൂമിയിൽ 60 കിലോഗ്രാം ഉണ്ടെങ്കിൽ അയാൾക്ക് അവിടെ ചെന്നാൽ എത്രയായിരിക്കും? 10 കിലോഗ്രാം ആയിരിക്കും ഭാരം വരുന്നത്. ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് 3 കിലോഗ്രാമും 5 കിലോഗ്രാമുള്ള 2 ഇരുമ്പ് കട്ടികൾ ഒരേ സമയം താഴേക്കിട്ടാൽ ആദ്യം എത്തുന്നത് ഏതായിരിക്കും? 5 കിലോഗ്രാം, 3 കിലോഗ്രാം കണക്കാക്കാൻ കഴിയില്ല, ഒരേ സമയത്തെത്തുന്നു. എന്തായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി, രണ്ടും ഒരേ സമയത്തെത്തും. നമ്മൾ നേരത്തെ പഠിച്ചാണല്ലേ, നിർപാതപതന, ഫ്രീ ഫോൾ, രണ്ടും എന്താണ്? ഒരേ സമയത്തായിരിക്കും താഴേക്കെത്തുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് ഭാരം, പിണ്ഡം, ആകർഷണബലം, ഭൂഗുരുത്വബലം. എന്താണ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവെന്ന് പറയുന്നത്? അതിൻ്റെ ഓപ്ഷൻ ബി പിണ്ഡമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു മരത്തിൽ നിന്ന് താഴോട്ട് പതിക്കുന്ന ആപ്പിളിൻ്റെ വേഗത എത്ര? ഇത് 2007 ചോദിച്ച ക്വസ്റ്റ്യനാണ്. സാധാരണ ചോദിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചോദിച്ചിരിക്കണം. 32 ഫീറ്റ് പെർ സെക്കൻഡ്, 45 ഫീറ്റ് പെർ സെക്കൻഡ്, 22 ഫീറ്റ് പെർ സെക്കൻഡ്, 60 ഫീറ്റ് പെർ സെക്കൻഡ്. ഏത് വരും ആൻസർ? ശരിക്കും നമുക്കറിയാം അത് എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡിലാണ് വരുന്നത്. അതായത് ഒരു ഫീറ്റ് എന്ന് പറഞ്ഞാൽ 0.3048 മീറ്ററാണ്. ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ആൻസർ വരുന്നത് ഏകദേശം നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് 32 ഫീറ്റ് പെർ സെക്കൻഡാണ്. ഒരു മരത്തിൽ നിന്ന് എന്തും ആയിക്കോട്ടെ, ഇപ്പോൾ ആപ്പിളിനെ എന്നല്ല എന്ത് ചോദിച്ചാലും അതിൻ്റെ ആൻസർ ഇതായിരിക്കും. 9.8 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന സാധനത്തിനെ തന്നെ എന്താക്കി മാറ്റിയിരിക്കുകയാണ്? മീറ്ററിനെ നമ്മൾ ഫീറ്റിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 32 ഫീറ്റ് പെർ സെക്കൻഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭൂമിയുടെ ധ്രുവങ്ങളിൽ വയ്ക്കുമ്പോഴാണ് ഒരു വസ്തുവിൻ്റെ ഭാരം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്? ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം കൂടിക്കൊണ്ടിരിക്കുന്നു. ഭൂമിയുടെ കേന്ദ്രത്തിലായിരിക്കുമ്പോഴാണ് ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം കൂടുന്നു. ഏതായിരിക്കും ആൻസറൊക്കെ വരുന്നത്? ഓരോന്നും നമുക്ക് നോക്കാം. ഭൂമിയുടെ ധ്രുവങ്ങളിൽ വയ്ക്കുമ്പോഴാണ് ഒരു വസ്തുവിൻ്റെ ഭാരം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. ഭൂമിയുടെ ധ്രുവങ്ങളിൽ വയ്ക്കുമ്പോഴാണ് ഒരു വസ്തുവിൻ്റെ ഭാരം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ എങ്ങനെ വരും ഇത്? ഭൂമിയുടെ ധ്രുവം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? നമുക്ക് ഭൂമിക്കറിയാം, നമുക്ക് ജിയോഡ് ഷേപ്പാണ് അല്ലേ? ഇവിടെ നമുക്ക് ധ്രുവങ്ങളിലാണ് എന്തെന്ന് പറയുന്നത്? ജിയുടെ മൂല്യത്തിന് ഈ ധ്രുവങ്ങളിൽ രണ്ടിടത്തും എന്താണ്? 9.83 വരും ഏകദേശം. അതേപോലെ ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് വരുമ്പോഴേക്കും 9.78 ആണ്. അപ്പോൾ എന്തായിരിക്കും ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത്? ഒരു വസ്തുവിനെ നമ്മളിങ്ങനെ ഇരിക്കുന്നൊരു സാധനം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നതും ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നതും തമ്മിൽ രണ്ടായിട്ട് വ്യത്യാസം വരും. സോ ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ധ്രുവ പ്രദേശങ്ങളിലായിരിക്കുമ്പോഴാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്. അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം കൂടുന്നു. ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലത്തിന് എന്താ സംഭവിക്കുന്നത്? കൂടുമല്ല, അതെന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നു. സോ ഇതെന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. ഭൂമിയുടെ കേന്ദ്രത്തിലായിരിക്കുമ്പോഴാണ് ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത്. ഭൂമിയുടെ കേന്ദ്രത്തിലായിരിക്കുമ്പോൾ എന്തായിരിക്കും? ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? ഭൂഗുരുത്വാകർഷണ ബലം കുറഞ്ഞ് കേന്ദ്രത്തിലേക്ക് എത്തുമ്പോഴേക്കും അത് ജി എന്ന് പറയുന്ന അവിടെ 0 ആകും. സോ നമ്മൾ എന്താണ് എപ്പോഴും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ജിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. സോ ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് വരുമ്പോഴേക്കും ഏതൊരു വസ്തുവിൻ്റെയും ഭാരം എന്ന് പറയുന്നത് 0 മാറും. സോ ഇവിടെ ഏതാണ് ഏറ്റവും കൂടുതലെന്നാണ് പറഞ്ഞിരിക്കുന്നത്? സോ ഇത് തെറ്റാണ്. അവിടെ എന്താണ്? ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് വരുമ്പോഴേക്കും വസ്തുവിൻ്റെ ഭാരം 0. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം കൂടുന്നു. ഇവിടെ എന്താണ്? മുകളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം കൂടുകയല്ല, കുറയുന്നു. സോ ഈ ഭൂമിയുടെ ഉപരിതലത്തിലാണ് ഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത്. മുകളിലേക്ക് പോയാലും അത് കുറയും, ഉള്ളിലോട്ട് പോയാലും കുറയും. ഈ ഒരു ലൈനിൽ മാത്രമാണ് ഗുരുത്വാകർഷണ ബലം കറക്റ്റായിട്ട് നിൽക്കുന്നത്. സോ ഇവിടെ 1 മാത്രമാണ് ശരിയായ പ്രസ്താവന. 2, 3, 4 തെറ്റാണ്. സോ ഇവിടെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ എ അല്ല,
1 ശരി 2, 3, 4 തെറ്റ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. 1 ശരി 2, 3, 4 ഒക്കെ എന്താണ്? തെറ്റായ പ്രസ്താവനകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥം രചിച്ചത് ശാസ്ത്രജ്ഞൻ ആരാണെന്ന്? ഐസക് ന്യൂട്ടൺ, ഗലീലിയോ ഗലീലി, മൈക്കിൾ ഫാരഡേ, ആൽബർട്ട് ഐൻസ്റ്റീൻ. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക ആരാണ് രചിച്ചത്? ഓപ്ഷൻ എ ഐസക് ന്യൂട്ടൺ ആണ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകം രചിച്ചത്. ബലതന്ത്രത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്നതാണ് എന്ത്? പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകം. അതേപോലെ കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര രേഖ രൂപകൽപ്പന ചെയ്തത് ആരാണ്? നമ്മുടെ ഐസക് ന്യൂട്ടൺ ആണ്. കാൽക്കുലസും അതേപോലെ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക, അതായത് ബലതന്ത്രങ്ങളുടെ അടിസ്ഥാന ഗ്രന്ഥമായിട്ടാണ് നമ്മൾ എന്ത് കണക്കാക്കുന്നത്? പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥം കണക്കാക്കുന്നത്. സമ്പർക്ക ബലത്തിന് ഉദാഹരണം ഏതെല്ലാം? വിസ്കസ് ബലം, പ്രതല ബലം, ന്യൂക്ലിയർ ബലം, ഗുരുത്വാകർഷണ ബലം. സമ്പർക്ക ബലമാണ് ചോദിച്ചിരിക്കുന്നത്. സമ്പർക്ക ബലം എന്ന് പറയുമ്പോൾ ന്യൂക്ലിയർ ബലം അല്ല, ഗുരുത്വാകർഷണ ബലവുമല്ല. വിസ്കസ് ബലവും പ്രതല ബലവുമാണ് സമ്പർക്ക ബലത്തിൽ വരുന്നത്. സോ ആൻസർ ഏത് വരും? 1ഉം 2ഉം. 1ഉം 2ഉം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം മാത്രമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി ആണ്. അവയുടെ ഗുണനഫലത്തിന് നേരനുപാതത്തിലും അവ തമ്മിലുള്ള അകലത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും. അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേരനുപാതത്തിലും അവ തമ്മിലുള്ള അകലത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും. അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേരനുപാതത്തിലും അവ തമ്മിലുള്ള അകലത്തിൻ്റെ വർഗത്തിന് നേരനുപാതത്തിലായിരിക്കും. ഇവയൊന്നും ശരിയല്ല. ഏതായിരിക്കും? രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലത്തെയാണ് പറയുന്നത്. അവയുടെ ഗുണനഫലമല്ല, അവയുടെ മാസുകളുടെ, അതായത് ഈ ചോദിച്ചിരിക്കുന്ന F=GMM/R². ഈ ഇക്വേഷനെയാണ് ഇവരുടെ ചോദിച്ചിരിക്കുന്നത്. രണ്ട് വസ്തുക്കളുടെ മാസുകളുടെ ഗുണനഫലം, അതായത് ഈ സ്ഥിരാങ്കം വന്നതും ഇതെങ്ങനെയാണ്? MM/R². ഇതാണ് ഇക്വേഷൻ. എന്താണ്? രണ്ട് വസ്തുക്കളുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേരനുപാതത്തിലായിരിക്കും. സോ നേരനുപാതം വരുന്നത് ഇത് രണ്ടുമുണ്ടല്ലേ, നേരനുപാതത്തിലായിരിക്കും. അവ തമ്മിലുള്ള അകലത്തിൻ്റെ വർഗം R²ന് നേരനുപാതമല്ല. താഴെ വന്നു കഴിഞ്ഞാൽ അതെന്താണ് അതിൻ്റെ മീനിങ്? 1/R². അതായത് വിപരീത അനുപാതത്തിലായിരിക്കും. ഒന്ന് കൂടുമ്പോൾ ഇത് കൂടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കുറയണം. അതാണ് വിപരീത അനുപാതം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? വിപരീത അനുപാതത്തിലാണ്. അതായത് അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേരനുപാതത്തിലും അവ തമ്മിലുള്ള അകലത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. സോ ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഭൂമിയുടെ ആരം എല്ലായിടത്തും ഒരുപോലെയാണ്. ഭൂഗുരുത്വ ത്വരണം വസ്തുവിൻ്റെ മാസിനെ ആശ്രയിക്കുന്നു. ഗുരുത്വാകർഷണ ബലം ഒരു സമ്പർക്കരഹിത ബലമാണ്. അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കൂടിയ ബലം ഗുരുത്വാകർഷണ ബലമാണ്. ഏതാണ് ആൻസർ വരുന്നത്? ഗുരുത്വാകർഷണ ബലം ഒരു സമ്പർക്കരഹിത ബലമാണ്. ഗുരുത്വാകർഷണ ബലം അല്ലേ? അത് ശരിയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഭൂമിയുടെ ആരം എല്ലായിടത്തും ഒരുപോലെയാണ്. ആണോ? അല്ല. ഭൂമി ഒരു ജിയോഡ് ഷേപ്പാണ്. പെർഫെക്റ്റ് ഗോളമല്ല, ഭൂമിയുടെ ജിയോഡ് ഷേപ്പാണ്. അപ്പോൾ എന്താണ്? ആരം എല്ലായിടത്തും ഒരുപോലെയാണെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അത് ശരിയല്ല. ഭൂഗുരുത്വ ത്വരണം വസ്തുവിൻ്റെ മാസിനെ ആശ്രയിച്ചിരിക്കുന്നു അല്ലേ? ഭൂഗുരുത്വ ത്വരണം എന്ന് പറയുന്നത് എന്താണ്? അത് ഫ്രീ ഫോൾ ആയിട്ട് വരുന്നതാണ്. സോ അതൊരിക്കലും വസ്തുവിൻ്റെ മാസിനെ എങ്ങനെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. 10 കിലോത്തിൻ്റെ കല്ലും 1 കിലോത്തിൻ്റെ കല്ലും ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? രണ്ടും ഒരേ വേഗതയിലായിരിക്കും തറയിലെത്തുന്നത്. അതായത് ഭൂഗുരുത്വ ത്വരണം ഒരിക്കലും വസ്തുവിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കൂടിയ ബലം ഗുരുത്വാകർഷണ ബലമാണ്. ഒരിക്കലുമല്ല. എന്താണ് ഏറ്റവും ശക്തി കൂടിയ ബലം? ഏതാണ്? ഇത് ഏറ്റവും വീക്കായ ബലമാണ് ഗുരുത്വാകർഷണ ബലം. ഏറ്റവും ശക്തി കൂടിയ ബലം എന്ന് പറയുന്നത് ന്യൂക്ലിയർ ബലമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ 40 ക്വസ്റ്റ്യൻ ഇന്നത്തത്. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഫിസിക്സിൻ്റെ പകുതിയോളം ടോപ്പിക്കുകൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര മാർക്ക് കിട്ടിയെന്ന് ഇന്നത്തെ പോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, റിവിഷനായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്